ഹലോ ഹായ്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോണത് വ്യത്യസ്തമായ ഓരോ രീതിയിലുള്ള പ്രണയങ്ങളെ കുറിച്ചിട്ടാണ്. ഓരോ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രണയങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായിട്ടുള്ള വിശ്വാസം. ദൈവികമായുള്ള വിശ്വാസം തന്നെ ഒരു മനുഷ്യനുണ്ടായിത്തീരുന്നതാണ്. മറ്റു മനുഷ്യരോടുള്ള പ്രണയങ്ങൾ, സ്നേഹങ്ങൾ എന്താവും ആത്മാർത്ഥത ഉള്ളതായിരിക്കും. മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നവരായിരിക്കില്ല അവരെ സ്നേഹങ്ങളും അവരെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അല്ല. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൻ്റെ റബ്ബിനോടുള്ള പ്രണയത്തെ കുറിച്ചിട്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദും കൂട്ടരും തീകുണ്ടാരത്തിൽ ഇടാൻ പോണ സമയത്ത് മറ്റു മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടി, ഞങ്ങൾ എന്താ സഹായം ചെയ്യേണ്ടി, എന്ത് വേണം ചെയ്യാൻ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കഴിവുമില്ല. പടച്ച തമ്പുരാൻ എന്താണോ ഇനി എന്നിൽ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലായിക്കോട്ടെ. അപ്പൊ ഇത് കേട്ട ടൈമിൽ ആ തീയെ കെടുത്താൻ മഴ വർഷിപ്പിച്ചില്ല, കാറ്റിനെ വർഷിപ്പിച്ചില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ തീനെ വിളിച്ച് നമ്മളെപ്പോലത്തുള്ള പടച്ചവന്റെ മുമ്പിലുള്ള നമ്മളെപ്പോലുള്ള ഒരു അടിമ തന്നെയാണ് തീയും, അല്ലേ? നമ്മളോട് കൽപ്പനകൾ പറഞ്ഞ അനുസരിക്കുന്ന പോലെ തന്നെ എന്താവും ആ തീയും അനുസരിക്കും. അപ്പൊ തീനെ വിളിച്ചിട്ട് എന്തായി? അള്ളാഹു താല വിളിച്ചു പറഞ്ഞു, ഓ തീയെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തണുപ്പിന്റെ രക്ഷയുമാണ്. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുള്ള ആ പ്രണയബന്ധം എത്രത്തോളം ഉണ്ട്, ആ ആ പ്രണയത്തിന്റെ അനുഭൂതി എത്രത്തോളം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റോറി നമ്മൾ കേൾക്കുമ്പോൾ, ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ ചില ആൾ വിചാരിക്കും, അത് ആ കാലത്ത് അവര് വലിയ മഹാനല്ലേ, അതൊക്കെ നമുക്കിപ്പോ കഴിയും. അതന്നെ ഒരു ശൈത്താന്റെ ഒരു നമ്മളെ ചടപ്പിക്കാനുള്ള ഒരു കഥ നമ്മളിലേക്ക് എത്തിക്കാം. ഏത് നിങ്ങളിതിലേക്ക് ഉന്നയിക്കാണ്, എന്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. അത് നബിമാരല്ലേ. ഞമ്മക്കിപ്പോ ഈ കാലഘട്ടത്തിൽ എങ്ങനെ കഴിയല്? അതൊരു തളർത്തില്ല. അപ്പോൾ ഞമ്മക്കും കഴിയും. നമ്മള് പടച്ച തമ്പുരാനെ, ദൈവത്തിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് നമ്മൾ ആ സ്നേഹം നമ്മളെ കൂടെ എനി ടൈം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും ആനന്ദിക്കാം. നമ്മളെ ചിന്താഗതിയും നമ്മളെ ചിന്താ മണ്ഡലങ്ങളാണ് നമ്മളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ത്യാഗം ചെയ്യുക, പരിശ്രമിക്കുക, ഓർക്കുക, ചിന്തിക്കുക. ഓക്കെ, ബൈ.